മേൽസ്ഥാനത്തേക്ക് വലിയ പരിഗണന ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചതായിരുന്നു. പക്ഷേ അവസാനം ഇല്ല, എനിക്കങ്ങനെ ഒരു പ്രതീക്ഷയോ അങ്ങനെ ഞാൻ അതിൽ പ്രതീക്ഷിച്ച് വർക്ക് ചെയ്തവരുള്ള ഒരാളല്ല. എന്നെ പാർട്ടി ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരുന്നത് ഇവിടെ കൊച്ചി നഗരസഭ തിരിച്ചു പിടിക്കുക എന്നുള്ളതായിരുന്നു. ആ ഉത്തരവാദിത്തം ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനു വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും കഴിഞ്ഞ ഒരു മാസക്കാലമായി ഞാൻ ചെയ്യുന്നുണ്ട്. അതിന് മുമ്പും തെരഞ്ഞെടുപ്പ് മുമ്പും അത്തരം പ്രവർത്തനങ്ങൾ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനായിരുന്നു കൊച്ചി നഗരസഭയുടെ തെരഞ്ഞെടുപ്പിൻ്റെ ചാർജ്. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഞാൻ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തത്. എൻ്റെ സ്ഥാനാർത്ഥിത്വവും ഞാൻ അതുപോലെ നേതൃത്വത്തോട് കൂടി ആലോചിച്ച് തന്നെയാണ്, എൻ്റെ നേതൃത്വത്തിലുള്ള എല്ലാ നേതാക്കളോടും പ്രധാനപ്പെട്ടവരോട് കൂടി ആലോചിച്ചിട്ടാണ് ഞാൻ മത്സരിച്ചു ജയിക്കുക, UDFന് ഭൂരിപക്ഷം കിട്ടുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. അത് നേടിയിട്ടുണ്ട്. അതിനപ്പുറമായിട്ടുള്ളതെല്ലാം പാർട്ടി നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. ഈ സർക്കുലർ പറഞ്ഞത് മുതിർന്ന നേതാവിന് ഇത്തരത്തിൽ മേയർ പദവി ലഭിക്കൂ എന്ന കാര്യമായിരുന്നു. പക്ഷേ അത് പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നല്ലേ നിലവിൽ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്? അത് എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്കറിയില്ല. അത് തീരുമാനിച്ച ആളുകളാണ് പറയേണ്ടത്. എനിക്കതിനെപ്പറ്റി അറിയില്ല. ഇപ്പം ഈ ഗ്രൂപ്പിന്റെ ഭാഗത്തുനിന്നും ചില ഇടപെടലുകൾ ഉണ്ടായെന്ന് തോന്നുന്നു. എനിക്കങ്ങനെ അറിയില്ല, അങ്ങനെ ഇടപെടലുണ്ടായോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ആരെങ്കിലും ഒരാൾ മേയറാകണം, അതായിട്ടുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും ഭംഗിയായി നടക്കാനുള്ള എല്ലാ പിന്തുണയും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. ഇപ്പോൾ ഈ കോർ കമ്മിറ്റി പരിശോധിക്കുകയാണെങ്കിൽ അതിലിപ്പം N. വേണു, ഒപ്പം തന്നെ ഡൊമിനിക് പ്രസൻറ്റേഷൻ, DCC പ്രസിഡന്റ്, അപ്പം അവരുടെ ഭാഗത്തുനിന്നൊരു ഇടപെടൽ ഉണ്ടായിട്ടില്ലേ? അങ്ങനെ ഇടപെടലല്ല ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ അകത്ത് അഭിപ്രായം സമന്വയത്തിന് വേണ്ടി, അഭിപ്രായം ചോദിക്കുന്നതിന് വേണ്ടി ഇരുന്ന രണ്ടാളുകളാണ് അവർ. അത് അവരിരുന്നു അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്. അവർ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം, ഈ കൗൺസിലർമാർ അവരുടെ ഭാഗത്തുനിന്നൊരു പിന്തുണ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. അതായത് 42 കൗൺസിലേഴ്സിൽ വലിയ ഒട്ടും പിന്തുണ ഉണ്ടായിട്ടില്ല എന്നൊരു കാര്യമാണ് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്നെ കാണിച്ചിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല, സ്വതന്ത്രമായിട്ടുള്ള ഒരു വോട്ടെടുപ്പ് അല്ല, അങ്ങനെ നടന്നിട്ടില്ല. ഇതൊരു ഫോമലായിട്ടൊരു അഭിപ്രായം ചോദിക്കൽ മാത്രമേ നടന്നിട്ടുള്ളൂ. അല്ലാതെ ഒരു വോട്ടെടുപ്പ് എന്നുള്ള അർത്ഥത്തിൽ ഉള്ള ഒരു പ്രോസസ്സ് അവിടെ നടന്നിട്ടില്ല. അത് എല്ലാവരോടും ജനറലി ഒരു അഭിപ്രായം പരസ്യമായി ചോദിച്ചു എന്നുള്ളതാണ് അതിൽ തന്നെ ഇരുന്നത്. അപ്പം അത്തരത്തിലുള്ള ഒരു അഭിപ്രായം രൂപീകരണമായിരുന്നു ഉദ്ദേശിക്കുന്നതെങ്കിൽ KPCC എന്നുള്ള ഒരു നിരീക്ഷകൻ വന്നിട്ടാണ് സാധാരണ ഇതിൽ ചെയ്യുക. പക്ഷേ അതിന് പകരം ഇവിടെ വെറുതെ ഒരു അഭിപ്രായം ചോദിക്കൽ മാത്രമാണ് നടന്നത്. അപ്പോൾ അത്തരം കാര്യം ആവശ്യപ്പെട്ടിരുന്നു, അത് ബാലറ്റ് പേപ്പറിലൂടെ ഒരു വോട്ടെടുപ്പ് എന്ന രീതിയിലേക്ക് പോകണമെന്ന കാര്യം ആവശ്യപ്പെട്ടിരുന്നു. അത് രഹസ്യമായി ചെയ്യുമ്പോഴാണ് കൂടുതൽ സ്വാതന്ത്ര്യമായിട്ട് ആളുകൾക്ക് ചെയ്യാൻ പറ്റുക. അത് ചെയ്യാതെ ഇത്തരത്തിൽ ചെയ്ത് പിന്നീട് അതൊരു കോർ കമ്മിറ്റി കൂടി ഒരു പൊളിറ്റിക്കൽ ഡിസിഷനിലേക്ക് വരാം എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. കോർ കമ്മിറ്റി ഇന്ന് വിളിച്ചിട്ടില്ല, ഇത്രയും നേരമായിട്ട് വിളിച്ചിട്ടില്ല. ഇപ്പോൾ അനൗൺസ് ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞു. അത് അനൗൺസ് ചെയ്തത് എന്തിൻ്റെ മാനദണ്ഡത്തിലാണെന്ന് അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ പറയട്ടെ, ഞാനിപ്പോൾ പറയാൻ ആളല്ല. ഇപ്പോൾ ഈ A ഗ്രൂപ്പ്, I ഗ്രൂപ്പ് അതിൻ്റെ നേതാക്കളാണ് ഇപ്പോൾ കൗൺസിലർമാരെ കണ്ട അഭിപ്രായം ചോദിച്ചത്. അപ്പോൾ അവരോട് നേരിട്ട് പറയുമ്പോൾ തനിക്ക് കിട്ടുന്ന പിന്തുണ കുറഞ്ഞു എന്നൊരു പരാതിയുണ്ടോ? എനിക്കറിയില്ല. അങ്ങനെ പിന്തുണ കിട്ടേണ്ട ഒരു രീതിയിലുള്ള ഒരു വോട്ടെടുപ്പ് രീതി അവിടെ നടന്നിട്ടില്ല. അതുകൊണ്ട് എത്രയാണ് പിന്തുണയെന്നോ അങ്ങനെ ഒരു നമ്പറിൻ്റെ കാര്യമൊന്നും എനിക്കറിയില്ല. ആരെങ്കിലും 1-2 പേർ പറയുന്ന നമ്പർ അത് നിങ്ങൾക്ക് കേട്ടുകേൾവി ആയിരിക്കുമല്ലോ, അതുപോലെ എനിക്കും കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പുറത്തു വരുന്ന ഒരു നമ്പർ അത് സ്ഥിരീകരിച്ചാണോ എന്നറിയില്ല, ഏകദേശം 4ഓളം പേർ മാത്രമേ പിന്തുണച്ചിട്ടുള്ളൂ എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അല്ല, അങ്ങനെ ഒരു നമ്പർ പൊതുവെ എനിക്കങ്ങനെ ഒരു 4 പേരുടെ നമ്പറും അറിയില്ല, എന്നോട് ആരും അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുമില്ല. അവിടെ എല്ലാവരും പരസ്യമായി പറയായിരുന്നു. കുറേ ആളുകൾ പറഞ്ഞത് പാർട്ടി തീരുമാനമെടുക്കട്ടെ എന്നാണ് പറഞ്ഞത്. കുറച്ച് ആളുകളൊക്കെ ആളുകളുടെ പേര് പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ അതൊരു വോട്ടെടുപ്പ് എന്നുള്ള രീതിയിലൊന്നും ഔദ്യോഗികമായിട്ടല്ല നടന്നത്. തീരുമാനമെടുത്തത് അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ ആയിരിക്കും. ആ തീരുമാനം എന്തുകൊണ്ടെടുത്തു, ഏത് ക്രൈറ്റീരിയയിൽ എടുത്തു എന്നൊക്കെ ഉള്ളത് അവർ പറയട്ടെ. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ നേതാക്കളുടെ ഇടപെടൽ ഉണ്ടായിരുന്നു വിശ്വസിക്കുന്നുണ്ടോ? അല്ല, ജില്ലയിലെയും സംസ്ഥാനത്തെ എല്ലാ നേതാക്കന്മാരും ഒരുമിച്ചല്ലേ ഒരു രാഷ്ട്രീയ ത്തിലൊരു തെരഞ്ഞെടുപ്പ് പ്രോസസ്സിനെ നേരിടുന്നത്. എല്ലാവരും ഉണ്ടായിരുന്നു. സംസ്ഥാന നേതാവാണ്, അപ്പോൾ അത്തരത്തിൽ തഴയപ്പെട്ടു എന്നൊരു പരാതിയുണ്ടോ? ഇല്ലില്ല, എനിക്ക് പരാതിയൊന്നുമില്ല. എന്നെ ഏൽപ്പിച്ച ജോലി വിജയിക്കുക എന്നും UDF കൗൺസിലേഴ്സിന് ജയിക്കാനുള്ള എല്ലാ പിന്തുണയും കൊടുക്കുക എന്നുമായിരുന്നു KPCC ജനറൽ സെക്രട്ടറി എന്നുള്ളതിൽ. ആ ഉത്തരവാദിത്വം ഞാൻ ചെയ്തിട്ടുണ്ട്. നേതാക്കൾ പിന്നീട് ബന്ധപ്പെട്ടോ? എന്തിനാണ് പിന്നീട് ഇത്തരത്തിൽ മേയർ സ്ഥാനത്ത് നിന്ന് താഴെപ്പെട്ടു, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും നേതാക്കൾ ബന്ധപ്പെട്ടു? മേയർ ആകുക എന്നുള്ളത് ജീവിത ലക്ഷ്യമായിട്ട് ഞാൻ കണ്ടിട്ടില്ല.
ഏതെങ്കിലും പാർലമെൻ്ററി താല്പര്യവുമായി ഞാൻ ഇന്നുവരെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിട്ടുമില്ല. ഞാൻ ഇക്കാലം ഇത്രയും പ്രവർത്തിച്ചത് കോൺഗ്രസ്സുകാരിയായിട്ടാണ്. ഇനി അങ്ങോട്ടും അങ്ങനെ ആയിരിക്കും.